ഇന്നത്തെ റെസിപ്പി ചില്ലി ചിക്കൻ. അതിനായി എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ നല്ലവണ്ണം കഴുകി ക്ലീനാക്കി വെള്ളം ഒട്ടും ഇല്ലാതെ അഥവാ ഉണ്ടെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒപ്പിയെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ് ഇത്. നിങ്ങൾക്ക് പാപ്രിക്ക പൗഡറിന് പകരം കാശ്മീരി മുളക് പൊടി എടുക്കാവുന്നതാണ്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ മൈദയും, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നല്ലവണ്ണം കുഴച്ച് യോജിപ്പിക്കുക. ഇതുപോലെ ഇതിലിപ്പം കോൺഫ്ലവർ കുറച്ച് പോരായക ഉണ്ട്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലവർ ഈ ചിക്കനിൽ പൊതിഞ്ഞിരിക്കണം കേട്ടോ, അതുകൊണ്ടാണ് വെള്ളം ഒട്ടും പാടില്ല എന്നുള്ളത് പറയണത്. അപ്പോൾ നല്ലവണ്ണം ചിക്കനിലേക്ക് ഇത് പൊതിഞ്ഞ് ഇരിക്കുന്ന വിധത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു പാനിലേക്ക് ചിക്കൻ മുങ്ങാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഓരോന്നോരോന്നായി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്നുമ്മ തൊടാത്ത വിധത്തിൽ വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഒരു ഭാഗം ഒരു മീഡിയം മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. നല്ലവണ്ണം മൊരിഞ്ഞിരിക്കേണ്ടതില്ല, മീഡിയം ഫ്രൈയിൽ കോരിയെടുക്കുക. അതേപോലെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇതേപോലെ വേണം എടുക്കാൻ. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ചിക്കൻ പൊരിച്ച അതേ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും സ്പ്രിംഗ് ഓണിയൻ്റെ ആ തണ്ട് വൈറ്റ് പോർഷൻ പൊടിയായി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുക. 3 മീഡിയം വലുപ്പത്തിലുള്ള സബോള വലിയ കഷ്ണങ്ങളാക്കി എതളായിട്ട് എടുത്തത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. ഉപ്പ് സോയാ സോസിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. 5 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ആഡ് ചെയ്യുക. ഇതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ആഡ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകും 1 ടേബിൾ സ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ റെഡ് കളറും ഞാൻ ചേർക്കുന്നുണ്ട്. റെഡ് കളറ് ഞാൻ ചേർക്കുന്നത് ഫോട്ടോയ്ക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി. ക്യാപ്സിക്കം ആഡ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. 2 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഇളക്കി അതിലേക്ക് സ്പ്രിംഗ് ഓണിയനും 1 പിടി മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അടിപൊളി ചില്ലി ചിക്കൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കണൊന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.